ഏസ് ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? യേശുവോടൊപ്പം ഇത്തിരി നേരം. ഇന്നത്തെ വചനം യെശയ്യാവിൻ്റെ പുസ്തകം 42-ാം അധ്യായം 3-ാം വാക്യം. ചതഞ്ഞ ഓടയെ ഒടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്താത്തവൻ. ഹല്ലേലൂയ. എന്താണ് ഞാങ്ങണ? അത് സംഗീത ഉപകരണങ്ങൾ ഉണ്ടാക്കുവാൻ ഇടയന്മാർ ഉപയോഗിച്ചിരുന്നു. എന്നാൽ അത് ഉണങ്ങിക്കഴിഞ്ഞാൽ, ഒടിഞ്ഞു കഴിഞ്ഞാൽ ഉപേക്ഷിക്കുകയാണ് പതിവ്. പുകയുന്ന തിരിയോ, അത് നമ്മൾ കെടുത്തിക്കളയുകയാണ് ചെയ്യുക, അല്ലേ? ഇവിടെ ഈ വചനം ദൈവത്തിൻ്റെ കരുണയുള്ള സ്വഭാവത്തെയും സൗമ്യതയുമാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് ദുരിതം അനുഭവിക്കുന്നവരോടും ദുർബലരോടും സമൂഹത്തിൽ തഴയപ്പെട്ടവരോടും ദൈവത്തിൽ നിന്ന് വിശ്വാസം തെറ്റി അകന്നുപോയവരോടും. അങ്ങനെയുള്ളവരെ ഉപേക്ഷിക്കാനോ അവരുടെ വിശ്വാസം കെടുത്തിക്കളയാനോ ദൈവത്തിന് മനസ്സില്ല എന്ന് ഈ വചനം വ്യക്തമായി പറയുന്നു. പകരം നമ്മെ ശക്തിപ്പെടുത്താനുള്ള തൻ്റെ മനസ്സിനെ ഈ വചനം എടുത്തു പറയുകയാണ്. ഞാങ്ങണ എന്നാൽ ദുർബലനായ, തകർന്ന, മുറിവേൽക്കപ്പെട്ട ഒരു വ്യക്തിയെയാണ് സൂചിപ്പിക്കുന്നത്. തിരി എന്നാൽ ദുർബലമായ വിശ്വാസത്തിന് ഉടമ, അല്ലെങ്കിൽ കഷ്ടിച്ച് പിടിച്ചു നിന്ന് മുന്നോട്ട് പോകുന്ന ഒരു ജീവിതം. എന്നാൽ യേശു തകർന്നവരെയും ദുർബലരെയും ഉപേക്ഷിച്ച് കളയില്ല എന്ന് ഈ വചനത്തിലൂടെ ഉറപ്പു നൽകുകയാണ്. ദ്രോഹിക്കപ്പെട്ടവർക്ക് നീതിയും പരാജയപ്പെട്ടവരെ ഉപേക്ഷിച്ച് കളയാതെ കൈപിടിച്ച് ഉയർത്തി വിജയത്തിലെത്തിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, നമ്മിൽ വിശ്വാസത്തിൻ്റെയോ പ്രത്യാശയുടെയോ ഒരു ചെറിയ അംശമുണ്ടെങ്കിൽ, ഒരു തീപ്പൊരി കണികയുണ്ടെങ്കിൽ, ദൈവം അത് കെടുത്തിക്കളയില്ല എന്ന് വചനം പറയുന്നു. അങ്ങനെയുള്ളവരെ ദൈവം ചേർത്ത് പിടിക്കും. അവരെ ബലപ്പെടുത്തുവാൻ താൻ തയ്യാറാകും. യെശയ്യാവിൻ്റെ പുസ്തകം 42-ാം അധ്യായം 3-ാം വാക്യത്തിലും മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 19-ാം വാക്യത്തിലും നമുക്ക് ഈ ഒരേ വചനം കാണുവാൻ സാധിക്കും. യെശയ്യാവിൽ ഈ വചനം മശിഹായുടെ സ്വഭാവത്തെ കാണിക്കുന്നുവെങ്കിൽ, മത്തായിയിൽ യേശുവിൻ്റെ ദുർബലരോടും തകർന്നവരോടുമുള്ള സമീപനത്തെയാണ് ഇത് ചിത്രീകരിച്ചിരിക്കുന്നത്. പുകയുന്ന തിരി പോലെയുള്ള ആളുകളെ, വെളിച്ചത്തേക്കാൾ കൂടുതൽ പുക സൃഷ്ടിക്കുന്ന ആളുകളെ യേശു നിന്ദിക്കുകയോ പരിഹസിക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്നില്ല. ഹല്ലേലൂയ. യേശു അവരെ കെടുത്തിക്കളഞ്ഞില്ല, കെടുത്തിക്കളയുകയില്ല. ഹല്ലേലൂയ. മറിച്ച് അവരെ ചേർത്ത് പിടിക്കുന്നു. മാത്രമല്ല, തൻ്റെ അടുക്കൽ വന്നവരെയെല്ലാം അവൻ ഒരു പ്രകാശമാക്കി തീർക്കുകയും ചെയ്തു. മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഒരു കുഷ്ഠരോഗി തൻ്റെ അരികിൽ വന്ന് മുട്ടുകുത്തി. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ സാധിക്കും എന്ന് പറഞ്ഞു. അകറ്റി നിർത്തുന്ന കാലം ആരും അവരെ തൊടാൻ പാടില്ല. എന്നാൽ ആ മനുഷ്യൻ യേശുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി. യേശു മാത്രമാണിപ്പോൾ അവനേക പ്രതീക്ഷ. അവനൊരു ചതഞ്ഞ ഓടയായിരുന്നു, ഒടിഞ്ഞ ഞാങ്ങണ, പുകയുന്ന തിരി. അത് കെട്ടുതീർന്ന അവസ്ഥയിൽ പ്രതീക്ഷയോടെ യേശുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി. ഹല്ലേലൂയ. എന്നാൽ ചതഞ്ഞ ഓടയെ ഓടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്താത്ത യേശു, ഹല്ലേലൂയ, പാടെ തകർന്നവരെയും ദുർബലരെയും ബലഹീനരെയും തഴയാത്ത യേശു, ഹല്ലേലൂയ. യേശു കുഷ്ഠരോഗിയെ തൊട്ടു. അവൻ്റെ തലമേൽ കൈവച്ച് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാക. ഹല്ലേലൂയ. ഉടനെ അവൻ്റെ കുഷ്ഠരോഗം അവനെ വിട്ടുമാറി. ആമേൻ. സമൂഹവും മതവിശ്വാസികളും തഴഞ്ഞവനെ, പ്രയോജനമില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയവനെ, ചതഞ്ഞ ഞാങ്ങണയെ, പുകയുന്ന തിരിയെ യേശു തഴഞ്ഞില്ല. ഹല്ലേലൂയ. യേശുവിൻ്റെ പ്രത്യേകത തന്നെ ഇതായിരുന്നു. സമൂഹത്തിൽ ഉപേക്ഷിക്കപ്പെട്ടവരെയും തഴഞ്ഞവരെയും തകർന്നവരെയും ബലഹീനരെയും
താൻ എപ്പോഴും തൻ്റെ ഒപ്പം കൂട്ടിയിരുന്നു, ചുറ്റും കൂട്ടിയിരുന്നു. കുഷ്ഠരോഗികൾ, വേശ്യകൾ, അന്ധർ, ശാരീരിക വൈകല്യമുള്ളവർ, ദുഃഖിതർ, ഭൂതബാധിതർ, യേശു അവരെ മനസ്സ് തകർന്നവരായി തിരിച്ചുവിട്ടില്ല. മറിച്ച് അവരെ ചേർത്ത് പിടിച്ചു, സൗഖ്യമാക്കി അവരോടൊപ്പം സമയം ചിലവഴിച്ചു. ഹല്ലേലൂയ. ഒരു വിധത്തിൽ പറഞ്ഞാൽ ചതഞ്ഞ ഞാങ്ങണകളെയും പുകയുന്ന തിരിയെയും യേശുവിന് ഇഷ്ടമാണ്. ഹല്ലേലൂയ. ചിലപ്പോൾ ചതഞ്ഞ ഞാങ്ങണ ഉപയോഗശൂന്യമായി തോന്നിയേക്കാം. പുകയുന്ന തിരി ധാരാളം പുകയുണ്ടാക്കും, ബുദ്ധിമുട്ടുണ്ടാക്കും. ചെറിയൊരു വെളിച്ചം കിട്ടിയാലായിയല്ലേ. എന്നാൽ വെളിച്ചമായ ക്രിസ്തു നമ്മുടെ ശ്രേഷ്ഠത കൊണ്ടല്ല, കൃപയാൽ നമ്മുടെ ഹൃദയത്തിൽ വന്നപ്പോൾ, ഞാനൊരു ചതഞ്ഞ ഓട, പുകയുന്ന തിരി എന്ന് തോന്നുന്നുണ്ടോ? വിഷമിക്കണ്ട. നമുക്ക് വേണ്ടി ക്രൂശിൽ എല്ലാം നിവർത്തിച്ചുവെന്ന് ഉറക്കെ പറഞ്ഞ ക്രിസ്തു നമുക്കായി ഉണ്ട്. ചേർത്തു പിടിക്കുവാൻ, മാറോടണയ്ക്കുവാൻ, കുഞ്ഞെ നീ എൻ്റെ സ്നേഹമാണ്, നീ എൻ്റെ നിധിയാണ് എന്ന് പറഞ്ഞ് ചേർത്തു പിടിക്കുവാൻ ക്രിസ്തു നമ്മുടെ അരികത്തുണ്ട്. ഹല്ലേലൂയ. കുഷ്ഠരോഗികളെയും സമൂഹം വെറുത്തവരെയും കഷ്ടാനുഭവിക്കുന്നവരെയും ചേർത്ത് പിടിച്ച യേശു കർത്താവ്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമെന്ന് പറഞ്ഞ യേശു ഉള്ളിൽ വരുമ്പോൾ ഇരുട്ടായ അവസ്ഥകൾ മാറിപ്പോയേ പറ്റൂ. ഹല്ലേലൂയ. പ്രകാശമായ യേശു ക്രിസ്തു ഉള്ളിൽ വന്നതിന് നന്ദി പറഞ്ഞാട്ടെ, സ്തുതിച്ചാട്ടെ. പറഞ്ഞാട്ടെ, ഇല്ല, ചതഞ്ഞ ഓടയെ അവൻ ഓടിക്കത്തില്ല, പുകയുന്ന തിരിയെ അവൻ കെടുത്തത്തില്ല. കാരണം പ്രകാശമായ യേശുവിനെ ഞാൻ എൻ്റെ ഉള്ളത്തിൽ സ്വീകരിച്ചിരിക്കുക, ഞാൻ എൻ്റെ ഉള്ളത്തിൽ ആ യേശുവിനെ വഹിച്ചിരിക്കുക. ഹല്ലേലൂയ. അങ്ങനെ അനേകം പുകയുന്ന തിരികൾ ആ പ്രകാശമായവൻ്റെ വെളിച്ചത്തിൽ പ്രകാശിക്കുവാൻ തുടങ്ങും. ആ പ്രകാശമായ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്നതിനാൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദുഃഖത്തോടെ തകർന്ന അവസ്ഥയിൽ ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ ഈ വചനം നമുക്ക് ഉറപ്പ് നൽകുകയാണ്. ചതഞ്ഞ ഓടയെ യേശു കർത്താവ് ഒടിക്കത്തില്ല, പുകയുന്ന തിരിയെ കെടുത്തിക്കളയുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ഈ വചനം വിശ്വസിക്കുന്നുവെങ്കിൽ ഏമേൻ പറഞ്ഞ് സ്വീകരിക്കൂ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഏമേൻ, ഏമേൻ.